കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ. ഹരി ഓം. അലക്നന്ദ ധാർമ്മിക് ബാലഗോപാലകൃഷ്ണ ടെമ്പിളിലിരുന്ന് ഞാൻ പറയുന്നു. ഞങ്ങളിവിടെ ഇപ്പോൾ 10-35 വർഷം കൊണ്ട് ഉള്ള അമ്പലമാണ്. ആദ്യം ഞങ്ങളെല്ലാവരും ചേർന്ന് ഇവിടെ വന്നിട്ട് അലക്നന്ദ കൃഷ്ണൻ്റെ അമ്പലമാണ് ഉണ്ടാക്കാനിരുന്നത്. പക്ഷേ കൃഷ്ണൻ്റെ അമ്പലം പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് 2 സെക്കൻഡിൽ നമ്മൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പശു പ്രസവിച്ച ആൺകുട്ടിയായി. അതുകൊണ്ടാണ് ഇത് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതയാണ് ബാലഗോപാലകൃഷ്ണ ടെമ്പിൾ എന്ന് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അന്ന് ഒരു അത്ഭുതമായിരുന്നു. പൂജാ കാര്യങ്ങൾ എല്ലാം റെഗുലറായിട്ട് നടക്കുന്നുണ്ട്, ഉത്സവം നടക്കുന്നുണ്ട്, മഹാശിവരാത്രി നടക്കുന്നുണ്ട്, എഴുത്ത് നടക്കുന്നുണ്ട്, പിന്നെ ഭാഗവതം സപ്താഹം നടക്കുന്നുണ്ട്. ഇവിടെ വരാത്ത നമ്പൂതിരിമാരും വലിയ വലിയ പണ്ഡിതന്മാരും ആരും അത്ര ഇതായിട്ട് ശ്രദ്ധയോടുകൂടി നടക്കുന്ന ഒരു അമ്പലമാണ് ബാലഗോപാലകൃഷ്ണ ടെമ്പിൾ. അതുകൂടാതെ ഞങ്ങൾ ഇവിടെ 16-ാം തീയതി തൊട്ട് ഒരു പ്രോഗ്രാം വച്ചിട്ടുണ്ട്, ശ്രീ ഭാഗവത് സപ്താഹം. അതിൽ വരുന്നത് പുത്തൂര ഇല്ലത്ത് മധു നമ്പൂതിരിയാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മളിവിടെ ഉണ്ടായിരുന്ന ഉപചാരിയായിട്ട് വരുന്നത് മഹേഷ് നമ്പൂതിരിയാണ്. പുള്ളിക്കാരൻ ഒരു വർഷം നമ്മളെ ശബരിമല മേൽശാന്തിയായിരുന്നു. ഇനി അതിന് മുമ്പേ 94 തൊട്ട് 2009 വരെ നമ്മളെ ഈ ബാലഗോപാലകൃഷ്ണ ടെമ്പിളിൽ മേൽശാന്തിയായിട്ടിരുന്നു. നല്ല ഇതായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾ പിന്നെ ശബരിമലയ്ക്ക് പോകണമെന്ന് വിചാരിച്ച് ഇവിടുന്ന് നാട്ടിൽ പോയി. അങ്ങനെ ശബരിമലയിൽ കിട്ടി. അവിടെ ഒരു വർഷം ആ മേൽശാന്തിയായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ആ മേൽശാന്തി മഹേഷ് നമ്പൂതിരിയും 16-ാം തീയതി തൊട്ട് 23-ാം തീയതി വരെ ബാലവേണുഗോപാല ടെമ്പിൾ നമ്മൾ അലക്നന്ദ ധാർമ്മിക് സംഘം അവിടെ ഉണ്ടാവും സപ്താഹത്തിൽ. നമസ്കാരം, സ്വാമി ശരണം. ഞാൻ PN മഹേഷ് നമ്പൂതിരി, മുൻ ശബരിമല മേൽശാന്തി, കഴിഞ്ഞ വർഷത്തെ ശബരിമല മേൽശാന്തി. ഇപ്പോൾ പാറമേക്കാവിൽ തൃശ്ശൂർ പ്രസിദ്ധമായ പൂരങ്ങൾ എല്ലാം നടക്കുന്ന അതിലെ ഒരു പ്രധാന ഭാഗം വഹിക്കുന്ന പാറമേക്കാവ് ദേവസ്ഥൻ്റെ കീഴിലുള്ള പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തി. അതുകൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. കാരണം 1995 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ അളകനന്ദയിലെ ബാലവേണുഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ നമ്മുടെ അമ്പലത്തിലെ മേൽശാന്തിയായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മേൽശാന്തിയായി പാദസേവ ചെയ്യുവാൻ 14 വർഷക്കാലം പാദസേവ ചെയ്യുവാൻ ഭാഗ്യം ലഭിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇതുപോലുള്ള നിമിത്തങ്ങളാണ് ശബരിമല പോലുള്ള വലിയ പീഠങ്ങളിൽ ഇരിക്കുവാൻ സാധിച്ചത് എന്നും ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ ക്ലിപ്പെടുന്നത് പ്രധാനമായിട്ടും ഒരു മുഖ്യ വാർത്താ വിഷയം പറയുന്നതിന് വേണ്ടിയാണ് നിങ്ങളെല്ലാവരോടും കൂടി. ഇതിനോടകം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടന്നു വരാറുണ്ട്. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം 3-4 വർഷങ്ങളായി അത് ഒന്ന് നിന്നിരിക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും തുടർന്ന് കൊണ്ടുപോകുന്നതിനായിട്ട് ദേവസ്വം ഭാരവാഹികളും മറ്റ് അഭ്യുദയകാംക്ഷികളായ ഭക്തജനങ്ങളും കൂടി തീരുമാനിച്ച് വരുന്ന മാസം, അടുത്ത മാസം ഓഗസ്റ്റ് മാസം 16-ാം തീയതി വൈകിട്ട് മഹാത്മ്യത്തോടുകൂടി പിന്നീടുള്ള 7 ദിവസങ്ങളിൽ ദിവസം പൂർണ്ണമായിട്ട് 7 അഹസായിട്ട് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുകയാണ്. ഇത്തവണത്തെ സപ്താഹയജ്ഞത്തിൻ്റെ ആചാര്യനായിട്ട് പുത്തില്ലം ബ്രഹ്മശ്രീ മധുനാരായണ നമ്പൂതിരി എൻ്റെ ജ്യേഷ്ഠനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും വരുന്നുണ്ട് എന്ന വാർത്തയും ഇതിനോടകം അറിയിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ ഇതിനു മുമ്പ് അനവധി പ്രഗത്ഭരും മഹാത്മാക്കളുമായ ആചാര്യന്മാർ സപ്താഹം വായിച്ചിട്ടുള്ള വേദിയാണ്. എല്ലാവർക്കും അത് അറിയാവുന്നതുമാണ്. ഈ വർഷത്തെ സപ്താഹം
തീർച്ചയായിട്ടും ഇതുപോലുള്ള സത്സംഗങ്ങൾ, ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം, നാരായണീ യജ്ഞം, രാമായണ മാസം തുടങ്ങിയ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് പറഞ്ഞതുപോലെ പല പല ജന്മങ്ങൾ കഴിഞ്ഞ് മനുഷ്യജന്മം ലഭിച്ച് ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വഴികളാണ്, അല്ലെങ്കിൽ സന്ദർഭങ്ങളാണ്, ഘട്ടങ്ങളാണ്. അത് വിശേഷിച്ചും ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നു, ഒരു ഓഡിറ്റോറിയത്തിൽ, ഒരു പൊതുസ്ഥലത്തല്ല. അവിടെ ആയാലും സപ്താഹത്തിന് മഹിമയുണ്ട്, സംശയമില്ല. എങ്കിലും അതിലും വിശേഷമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും അറിയുന്നതാണ്. അനവധി അത്ഭുതങ്ങൾ. അവിടെ സെക്യൂരിറ്റി ആയിട്ട് ചൗക്കിദാറായിട്ടിരുന്ന ദേവേന്ദ്രൻ്റെ കഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. രാത്രിയിൽ സ്വപ്നം കാണിച്ച് ഈ കള്ളന്മാർ മോഷണത്തിനായി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ തട്ടി ഉണർത്തി. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം നോക്കുമ്പോൾ ആരെയും അവിടെ കാണുന്നില്ല. ആ കൃഷ്ണൻ്റെ ഫോട്ടോ ഇരുന്ന് അവിടെ ഒരു ലൈറ്റ് മാത്രം അങ്ങനെ അദ്ദേഹം ഈ കണ്ടു, നേരിട്ട് ഭഗവാനെ കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ അതുകൂടാണ്ട് കാഞ്ചിയിലെ പരമാചാര്യരായിരുന്ന ജയേന്ദ്ര സരസ്വതി സ്വാമികൾ, അതുപോലെ അങ്ങനെയുള്ള മഹാത്മാക്കൾ അവിടെ പല വിശേഷ അവസരങ്ങളിൽ വരികയും ക്ഷേത്രത്തിൻ്റെ ഒരു ഭക്തിയുടെയും മറ്റ് ഒരു സ്പന്ദനം അലയടിക്കുന്ന ഒരു കേന്ദ്രമാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇതിനു മുമ്പേ അവിടെ യാഗങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള പൂജാതി വിശേഷങ്ങൾ നടന്ന സ്ഥലം കൂടിയാണ്. വളരെ ഐശ്വര്യപൂർണമായ ഒരു ക്ഷേത്രമാണ് എന്ന അഭിപ്രായം ആഞ്ഞം അങ്ങനെ തുടങ്ങിയ പ്രഗത്ഭരായ ആചാര്യന്മാർ വന്ന് സപ്താഹം നടക്കുന്ന സമയത്ത് പറയുകയുണ്ടായി. അതെല്ലാം നമ്മുടെ ക്ഷേത്രമഹിമയെ വിശേഷിപ്പിക്കുന്നത് കൂടിയാണ്. കൂടാതെ അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത്, അതും കേരളം വിട്ടുപോയ നമുക്ക് ഭക്തിയിലൂടെ ഭഗവാനിൽ എത്തിച്ചേരാം എന്നുള്ളത് സുഗമമാക്കുന്നതിന് വേണ്ടി ഭക്തവത്സലനായ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ വേണുഗോപാലമൂർത്തിയായിട്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് തന്നെ പറയണം. കാരണം കേരളത്തിലെ പ്രസിദ്ധമായ ഗുരുവായൂരിലെ അതേ ഗുരുവായൂരപ്പൻ പൂർണ്ണകലകളോടുകൂടി ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ അവതാരം എടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ നമ്മൾ ഗ്രഹത്തിലിരിക്കുമ്പോൾ ഒരു ഡ്രസ്സ്, അത് കഴിഞ്ഞ് ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പോകും, വിശേഷ അവസരങ്ങളിൽ വേറെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് പോലെ ഒരു ചൈതന്യ വിശേഷം തന്നെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭഗവാൻ ഓരോരോ രൂപങ്ങൾ എടുക്കുന്നു എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ക്ഷേത്രത്തിൽ വേണുഗോപാല സ്വരൂപിയായിട്ട് ഡൽഹി നിവാസികൾക്കെന്നല്ല പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും അനുഗ്രഹം നൽകുന്നതിനായിട്ട് പൂർണ്ണകലകളോടെ വിളങ്ങുന്ന ഒരു ഭഗവാന്റെ ക്ഷേത്രത്തിനടുത്ത് കേരളം വിട്ടുപോയിട്ടും നോർത്ത് ഇന്ത്യയിൽ നമുക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ ആ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യപത്രം കൂടിയാണ്. ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച നമ്മൾ അതോടൊപ്പം അതിലെ വർഷാവർഷം നടക്കുന്ന ഉത്സവങ്ങൾ, മറ്റു വിശേഷങ്ങൾ, മണ്ഡലക്കാലം, ഇതുപോലുള്ള സപ്താഹയജ്ഞങ്ങൾ, സത്സംഗങ്ങൾ, ഭജനകൾ, ഇതിൽ തീർച്ചയായിട്ടും നമ്മൾ പങ്കെടുക്കണമെന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ജോലിത്തിരക്ക്, മറ്റ് പ്രാരബ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ഒഴിവാക്കിയല്ല, അതോടൊപ്പം എന്നല്ല, ഇതിന് പ്രാധാന്യം കൊടുത്ത് ഈ 7 ദിവസത്തെ മുഴുവൻ വന്ന് സാന്നിധ്യം ഉണ്ടാവുകയാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, നമ്മളെ ഡൽഹിയിലുള്ള ആൾക്കാർ ആരെല്ലാം വരാൻ ഒക്കുമോ അതെല്ലാം വന്ന് കേൾക്കണം. ഈ ഭാഗ്യം നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും വരണം. വന്ന് ഇതിന് ഞങ്ങൾക്ക് നമ്മളെ അമ്പലത്തിലെ എല്ലാവർക്കും വേണ്ടി സപ്പോർട്ടും ചെയ്യണം. ഇവിടെ 2002 9 ദിവസത്തെ 121 പണ്ഡിതന്മാരിരുന്നിട്ട് അതിയുദ്ധരം ചെയ്തു. ആ അതിയുദ്ധരത്തിൽ ലാസ്റ്റ് ദിവസം ആ മഴ, ഇടിവെട്ടും മഴയും പെയ്ത് അത് വലിയൊരു ഇതായി നമ്മളെ ഈ താമസിക്കുന്ന അലക്നന്ദ ഏരിയയിലേക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു. അന്ന് വെങ്കട്ടരാമൻ, ഒരുപാട് പേര് VIPs വന്നിട്ട് അവരെല്ലാം ഡൽഹിയിൽ ഏത് ആചാര്യകൾ വന്നാലും നമ്മൾ അമ്പലത്തിൽ വരാതെ പോകാറില്ല. അതുകൊണ്ട് നല്ല ഒരു ഇതാണ്. ഇവിടെ വരുമ്പോഴും മാത്രമേ അറിയാവൂ. ഇവിടുത്തെ അമ്പലം ചെറുതാണെങ്കിലും ഇവിടുത്തെ കീർത്തി വലുതാണ്. അത് ആര് വന്ന് പ്രാർത്ഥിച്ചാലും അവർക്കതിൻ്റെ ഇത് ഉണ്ടാവും. അതിനുള്ള 100% ഇതാണ്. എന്ന് വെച്ചാൽ ശിവപരിവാറുണ്ട്, ഹനുമാൻജിയുണ്ട്, നവഗ്രഹമുണ്ട്, ഗണപതിയുണ്ട്, ഭഗവാൻ വിഷ്ണു ഉണ്ട്. വിഷ്ണുവിൻ്റെ രൂപം അലങ്കാര രൂപമാണ്. അത് ഏത് രീതിയിലും അലങ്കരിച്ചാൽ ആ അലങ്കാരം മാതിരി ഇരിക്കും. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഇത് എങ്ങനെ ഇരിക്കുമോ അതേമാതിരിയാണ് ഇവിടുത്തെ അലങ്കാരങ്ങളും. ഇത് എല്ലാം നല്ലതായിട്ട് നടക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും
കൃപയാൽ ഇവിടെ വന്ന് എല്ലാ മലയാളിയും എല്ലാ ഡിവോട്ടീസും ഇവിടെ ഇരിക്കുന്നവർ വന്ന് ഇതിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഞങ്ങൾ അമ്പലത്തിൽ വരണം. ഭാഗവത സപ്താഹത്തിന് തീർച്ചയായിട്ടും വരണം. അത് കണ്ടിന്യൂ 16-ാം തീയതി തൊട്ടാണ് തുടങ്ങുന്നത്. കണ്ടിന്യൂ തുടങ്ങുന്നത് 17 തൊട്ട് 23 വരെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, വൈകുന്നേരം ചായ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ല, നിങ്ങളെ സപ്പോർട്ട് വേണം. ഇത് ഞങ്ങളെ കയ്യിൽ നിന്നുള്ളതല്ല, നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ വിജയം, അമ്പലത്തിൻ്റെ വിജയം. ഹരി ഓം ഹരി.